നമസ്കാരം സുഹൃത്തുക്കളെ, എൻ്റെ പേര് അശ്വതി. വെൽക്കം ടു ഹർഷിതം എഡ്യൂടെക്. 2024 ഏറ്റവും പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് വസ്തുതകളുടെ ഡിസ്കഷനാണ്. പരീക്ഷയ്ക്ക് പോകുന്നവർ ഉറപ്പായിട്ടും ഈ ചോദ്യങ്ങൾ നോക്കിയിട്ട് പോവുക. ചാൻസ് ഉള്ള ചോദ്യങ്ങളാണ് തിരഞ്ഞെടുത്ത് തന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ക്ലാസ്സിലേക്ക് പോകാം. ആദ്യത്തെ ചോദ്യം, തോൽപ്പാവക്കൂത്ത് കലാകാരൻ രാമചന്ദ്ര പുലവരുടെ ജീവിതം പ്രമേയമാക്കി നിർമ്മിക്കുന്ന ഹ്രസ്വചിത്രത്തിന്റെ പേര് എന്താണ്? നിഴൽ യാത്രികൻ. തോൽപ്പാവക്കൂത്ത് കലാകാരൻ രാമചന്ദ്ര പുലവരുടെ ജീവിതം പ്രമേയമാക്കി നിർമ്മിക്കുന്ന ഹ്രസ്വചിത്രത്തിന്റെ പേരെന്താണ്? നിഴൽ യാത്രികൻ എന്നതാണ്. ക്ലാസ്സിൽ വെച്ച് തന്നെ പഠിച്ചിട്ട് പോകാൻ വേണ്ടി ശ്രമിക്കുക. നിഴൽ യാത്രികൻ. ISROയുടെ പുതിയ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം നിലവിൽ വരുന്നത് എവിടെയാണ്? തൂത്തുക്കുടി, തമിഴ്നാട്. തമിഴ്നാട്ടിലെ തൂത്തുക്കുടിയിലാണ് ISROയുടെ പുതിയ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം നിലവിൽ വരുന്നത്. പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ പരാമർശിച്ച അട്ടപ്പാടിയിലെ പട്ടികവർഗ വിഭാഗത്തിലെ വനിതകൾ നിർമ്മിക്കുന്ന കുട, ആ കുടയാണ് കാർത്തുമ്പി കുടകൾ. കാർത്തുമ്പി കുടകൾ. അപ്പോൾ പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ പരാമർശിച്ച അട്ടപ്പാടിയിലെ പട്ടികവർഗ വിഭാഗത്തിലെ വനിതകൾ നിർമ്മിക്കുന്ന കുട ഏതാണ്? കാർത്തുമ്പി കുടകൾ. കാർത്തുമ്പി കുടകൾ. 2024 അന്തരിച്ച ഫുട്ബോൾ കളിക്കാരനായും പരിശീലകനായും ഇന്ത്യൻ ഫുട്ബോളിൽ അരനൂറ്റാണ്ടിലേറെ നിറഞ്ഞു നിന്ന വ്യക്തിയാണ് TK ചാത്തുണ്ണി. ഇദ്ദേഹത്തിന്റെ ആത്മകഥയുടെ പേരോർക്കുക, ഫുട്ബോൾ മൈ സോൾ. ഫുട്ബോൾ മൈ സോൾ എന്നത് TK ചാത്തുണ്ണിയുടെ ആത്മകഥയാണ്. ഇദ്ദേഹം ഫുട്ബോൾ കളിക്കാരനായിരുന്നു എന്നുള്ള കാര്യം ഓർക്കുക. അപ്പോൾ ഇദ്ദേഹത്തിന്റെ മേഖല കായികം. രാജ്യത്തെ ആദ്യത്തെ ആസ്ട്രോ ടൂറിസം പ്രവർത്തനം ആരംഭിച്ച സംസ്ഥാനം ഏതാണ്? ഉത്തരാഖണ്ഡ്. ഉത്തരാഖണ്ഡിലാണ് രാജ്യത്തെ ആദ്യത്തെ ആസ്ട്രോ ടൂറിസം പ്രവർത്തനം ആരംഭിച്ചത്. അപ്പം നമ്മുടെ ഹർഷിതം എഡ്യൂടെക് ആപ്പിൽ ഇനി വരാനിരിക്കുന്ന സെക്രട്ടേറിയറ്റ് OA മുതലായ 10th പ്രിലിംസ് പരീക്ഷകൾക്ക് വേണ്ടി സെക്രട്ടേറിയറ്റ് OA പ്രിലിംസ് ആൻഡ് മെയിൻസ് എന്ന് പറഞ്ഞിട്ട് ബാച്ച് കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഡിസംബർ 28 പ്രിലിംസ് എക്സാം വരുന്നത്. 10th പ്രിലിംസിന്റെ ഏത് പരീക്ഷയായാലും നിങ്ങൾക്ക് ഈ ഒരു കോഴ്സ് പർച്ചേസ് ചെയ്താൽ മതി. 10th പ്രിലിംസ് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ 50 days ടൈം ടേബിൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഡിസംബർ 28 പരീക്ഷ. 50 days ടൈം ടേബിൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ അതിന്റെ ക്ലാസ്സുകളെല്ലാം പ്രിലിംസ് എന്ന് പറഞ്ഞ ഫോൾഡറിനകത്താണ് ഇട്ടേക്കുന്നത്. പിന്നെ മെയിൻസിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് സ്റ്റഡി പ്ലാൻ ഉണ്ട്. വീക്ക്ലി സ്റ്റഡി പ്ലാൻ, അതിൽ Day 1 Day 2 എന്ന് പറഞ്ഞിട്ട് സെപ്പറേറ്റ് സ്റ്റഡി പ്ലാനും വീക്ക്ലി എക്സാംസും ഉണ്ട്. അതുപോലെ ഷുവർ ഷോർട്ട് കറണ്ട് അഫയേഴ്സ്, മന്ത്ലി കറണ്ട് അഫയേഴ്സ്, പിന്നെ PSC പ്രീവിയസ് ക്വസ്റ്റ്യൻസ് വിത്ത് റിലേറ്റഡ് ഫാക്ട്സ്. ഇപ്പോൾ ലാസ്റ്റ് കഴിഞ്ഞ LDC കോട്ടയം, കോഴിക്കോട് ജില്ലകളിലെ വരെയുള്ള റിലേറ്റഡ് ഫാക്ട്സും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഹർഷിതം എഡ്യൂടെക് ആപ്പിലാണ് ക്ലാസ്സുകൾ വരുന്നത്. ഇപ്പം നവരാത്രി പ്രമാണിച്ച് കോഴ്സുകൾക്കെല്ലാം അപ് ടു 500 rupees ഓഫ് ഉണ്ടായിരിക്കും. അതുപോലെ ഇപ്പോൾ നടന്നു വരുന്ന LDC, LGS മുതലായ പരീക്ഷകൾക്കും 10% ഓഫ് ഉണ്ട്. അപ്പോൾ ഈ ഒരു സുവർണ അവസരം, ഈ നല്ലൊരു വിജയദശമി ദിനത്തിൽ നല്ലൊരു തുടക്കത്തിന് വേണ്ടിയിട്ട് ആപ്പിലേക്ക് ജോയിൻ ചെയ്തോളാം. പ്ലേ സ്റ്റോറിൽ ഹർഷിതം എഡ്യൂടെക് എന്ന് സെർച്ച് ചെയ്താൽ നമ്മുടെ ആപ്പ് കിട്ടുന്നതായിരിക്കും. അടുത്ത വർഷം വരാനിരിക്കുന്ന വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് കോഴ്സിന് വേണ്ടിയിട്ട് ഇപ്പോഴേ നമ്മൾ ബാച്ച് കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അടുത്ത വർഷം നോട്ടിഫിക്കേഷൻ വന്നിട്ട് പഠിക്കാൻ വേണ്ടി നിൽക്കേണ്ട, ഇപ്പോഴേ പഠിച്ചു തുടങ്ങാൻ വേണ്ടിയിട്ട് പ്രിലിംസ് ആൻഡ് മെയിൻസ് ഇൻക്ലൂഡ് ആയിട്ട് VFA ബാച്ച് കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഈ മാസം നടക്കാനിരിക്കുന്ന കേരള ബാങ്ക് OA പരീക്ഷയ്ക്കും ബാച്ച് കോഴ്സ് ഉണ്ട്. അങ്ങനെ ഒരുപാട് ബാച്ച് കോഴ്സുകൾ എല്ലാം ഡിസ്കൗണ്ടോടുകൂടി ആപ്പിൽ ഇപ്പോൾ അവൈലബിൾ ആണ്. ആപ്പ് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. കൂടാതെ പ്ലേ സ്റ്റോറിൽ ഹർഷിതം എഡ്യൂടെക് എന്ന് സെർച്ച് ചെയ്താൽ നമ്മുടെ ആപ്പ് കിട്ടുന്നതായിരിക്കും. പ്രൊഫസർ വിഷ്ണുനാരായണൻ നമ്പൂതിരിയുടെ സ്മരണാർത്ഥം ഏർപ്പെടുത്തിയ ഈ വർഷത്തെ വൈഷ്ണവം സാഹിത്യ പുരസ്കാരം നേടിയത് തുളസീവനം R രാമചന്ദ്രൻ നായർ, അല്ലെങ്കിൽ സിംപ്ലി R രാമചന്ദ്രൻ നായർ എന്ന് തന്നിരിക്കും. ഇദ്ദേഹത്തിന്റെ തൂലികാനാമമാണ് തുളസീവനം. വൈഷ്ണവം പുരസ്കാരം 2024 ലഭിച്ചത് ആർക്കാണ്? തുളസീവനം R രാമചന്ദ്രൻ നായർ. അടുത്തതൊരു പദ്ധതിയാണ് കേരള പോലീസിന്റെ പദ്ധതി ഹോപ്പ്. SSLC +2 പരീക്ഷകളിൽ തോറ്റവരെയും പാതി വഴിയിൽ പഠനം മുടങ്ങിയവരെയും കണ്ടെത്തി തുടർ പഠനത്തിന് സഹായിക്കുന്ന കേരള പോലീസിന്റെ പദ്ധതിയുടെ പേരാണ് എന്ത്?
ഹോപ്പ് എന്നത്. ഹോപ്പ് ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്ത ചോദ്യം, രാജ്യത്തെ വലിയ മൂന്നാമത്തെ റെയിൽവേ ടണൽ നിലവിൽ വരുന്നത് എവിടെയാണ്? വിഴിഞ്ഞത്താണ്. വിഴിഞ്ഞം റെയിൽവേ ടണൽ വിഴിഞ്ഞം. 2024 മെയ്യിൽ പൊട്ടിത്തെറിച്ച ഇബു അഗ്നിപർവ്വതം സ്ഥിതി ചെയ്യുന്ന രാജ്യം ഏതാണ്? ഇന്തോനേഷ്യ. ഇന്തോനേഷ്യയിലാണ് ഇബു അഗ്നിപർവ്വതം സ്ഥിതി ചെയ്യുന്നത്. ഇബു ഇന്തോനേഷ്യ. ചൈന പൂർണ്ണമായും തദ്ദേശീയമായി നിർമ്മിച്ച അത്യാധുനിക വിമാനവാഹിനി കപ്പലിന്റെ പേരാണ് ഫുജിയാൻ. ചാൻസ് ഉള്ള ചോദ്യമാണ്. ചൈന പൂർണ്ണമായും തദ്ദേശീയമായി നിർമ്മിച്ച അത്യാധുനിക വിമാനവാഹിനി കപ്പലിന്റെ പേരെന്താണ്? ഫുജിയാൻ എന്നതാണ്. ഫുജിയാൻ. ഓക്കെ, അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ഒന്ന് റിവൈസ് ചെയ്തിട്ട് വരാം. ചോദ്യം, തോൽപ്പാവക്കൂത്ത് കലാകാരൻ രാമചന്ദ്ര പുലവരുടെ ജീവിതം പ്രമേയമാക്കി നിർമ്മിക്കുന്ന ഹ്രസ്വചിത്രത്തിന്റെ പേരാണ് നിഴൽ യാത്രികൻ. ISROയുടെ പുതിയ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം നിലവിൽ വരുന്നത് തൂത്തുക്കുടി, തമിഴ്നാടാണ്. പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ പരാമർശിച്ച അട്ടപ്പാടിയിലെ പട്ടികവർഗ വിഭാഗത്തിലെ വനിതകൾ നിർമ്മിക്കുന്ന കുടയാണ് കാർത്തുമ്പി കുടകൾ. 2024 അന്തരിച്ച ഫുട്ബോൾ കളിക്കാരനായും ഇന്ത്യൻ ഫുട്ബോളിൽ അരനൂറ്റാണ്ടിലേറെ നിറഞ്ഞു നിന്ന വ്യക്തിയാണ് TK ചാത്തുണ്ണി. ഇദ്ദേഹത്തിന്റെ ആത്മകഥയുടെ പേരാണ് ഫുട്ബോൾ മൈ സോൾ. ഉത്തരാഖണ്ഡിലാണ് രാജ്യത്തെ ആദ്യത്തെ ആസ്ട്രോ ടൂറിസം പ്രവർത്തനം ആരംഭിച്ചത്. പ്രൊഫസർ വിഷ്ണുനാരായണൻ നമ്പൂതിരിയുടെ സ്മരണാർത്ഥം ഏർപ്പെടുത്തിയ വൈഷ്ണവം സാഹിത്യ പുരസ്കാരം 2024 ലഭിച്ചത് തുളസീവനം R രാമചന്ദ്രൻ നായർക്കാണ്. ഹോപ്പ് എന്ന പദ്ധതി കേരള പോലീസിന്റെ പദ്ധതിയാണ്. SSLC +2 പരീക്ഷകളിൽ തോറ്റവരെയും പാതി വഴിയിൽ പഠനം മുടങ്ങിയവരെയും കണ്ടെത്തി തുടർ പഠനത്തിന് സഹായിക്കുന്ന കേരള പോലീസിന്റെ പദ്ധതിയാണ് ഹോപ്പ്. രാജ്യത്തെ വലിയ മൂന്നാമത്തെ റെയിൽവേ ടണൽ നിലവിൽ വരുന്നത് വിഴിഞ്ഞത്താണ്. 2024 മെയ്യിൽ പൊട്ടിത്തെറിച്ച ഇബു അഗ്നിപർവ്വതം സ്ഥിതി ചെയ്യുന്നത് ഇന്തോനേഷ്യ. ചൈന പൂർണ്ണമായും തദ്ദേശീയമായി നിർമ്മിച്ച അത്യാധുനിക വിമാനവാഹിനി കപ്പലിന്റെ പേരാണ് ഫുജിയാൻ. അടുത്ത ചോദ്യം, SK പൊറ്റക്കാട്ട് സ്മാരക സമിതിയുടെ 2024 SK പൊറ്റക്കാട്ട് സ്മാരക പുരസ്കാരത്തിന് അർഹനായത് KP രാമനുണ്ണിയാണ്. ഇദ്ദേഹത്തിന്റെ ഹൈന്ദവം എന്ന കൃതിക്കാണ് പുരസ്കാരം ലഭിച്ചത്. അപ്പൊ ഹൈന്ദവം എന്ന കൃതിയുടെ രചയിതാവ് KP രാമനുണ്ണി. എന്ത് പുരസ്കാരമാണ് ലഭിച്ചത്? 2024 SK പൊറ്റക്കാട്ട് സ്മാരക പുരസ്കാരമാണ് KP രാമനുണ്ണിക്ക് ലഭിച്ചത്. അടുത്തത് ഒരു പദ്ധതിയാണ്. സർക്കാർ ജീവനക്കാർക്ക് വിരമിച്ച ശേഷം മാസം തോറും ഒരു നിശ്ചിത തുക ലഭ്യമാക്കുന്ന കേരള സർക്കാരിന്റെ അന്വിറ്റി പദ്ധതിയുടെ പേരാണ് ജീവാനന്ദം. ജീവാനന്ദം എന്നത് സർക്കാർ ജീവനക്കാർക്ക് വിരമിച്ച ശേഷം മാസം തോറും ഒരു നിശ്ചിത തുക ലഭ്യമാക്കുന്ന കേരള സർക്കാരിന്റെ അന്വിറ്റി പദ്ധതിയുടെ പേരാണ്. അടുത്തൊരു സംവിധാനമാണ് കവചം എന്നത്. പ്രകൃതി ദുരന്തങ്ങൾ സംബന്ധിച്ച് മുന്നറിയിപ്പ് നൽകാനായി സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ആരംഭിച്ച സമഗ്ര മുന്നറിയിപ്പ് സംവിധാനത്തിന്റെ പേരാണ് കവചം. അപ്പോൾ പ്രകൃതി ദുരന്തങ്ങൾ സംബന്ധിച്ച് മുന്നറിയിപ്പ് നൽകാനായി സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ആരംഭിച്ച സമഗ്ര മുന്നറിയിപ്പ് സംവിധാനത്തിന്റെ പേരെന്താണ്? കവചം എന്നതാണ്. രാജ്യത്തെ ആദ്യ ദേശീയ ഡോൾഫിൻ ഗവേഷണ കേന്ദ്രം നിലവിൽ വന്നത് ബീഹാറിലെ പാട്നയിലാണ്. പാട്ന. രാജ്യത്തെ ആദ്യ ദേശീയ ഡോൾഫിൻ ഗവേഷണ കേന്ദ്രം പാട്ന. പൗരത്വ നിയമ ഭേദഗതി പ്രകാരം ഇന്ത്യൻ പൗരത്വത്തിന് അപേക്ഷിക്കുന്നവർക്കായി ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ഹെൽപ്പ് ലൈൻ നമ്പറാണ് 1032. 1032. പൗരത്വ നിയമ ഭേദഗതി പ്രകാരം ഇന്ത്യൻ പൗരത്വത്തിന് അപേക്ഷിക്കുന്നവർക്കായി ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ഹെൽപ്പ് ലൈൻ നമ്പർ ഏതാ? 1032. ഓർത്തിരിക്കുക, ചാൻസ് ഉള്ള ചോദ്യം. കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഉഷ്ണതരംഗം പ്രഖ്യാപിച്ച കേരളത്തിലെ ആദ്യത്തെ ജില്ലയാണ് പാലക്കാട് ജില്ല. ഇമ്പോർട്ടന്റ് ചോദ്യം. കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഉഷ്ണതരംഗം പ്രഖ്യാപിച്ച കേരളത്തിലെ ആദ്യത്തെ ജില്ലയാണ് ഏത്? പാലക്കാട്. 2024 ഏപ്രിലിൽ മെനിഞ്ചൈറ്റിസ് രോഗത്തിനെതിരെ MEN5CV എന്ന പേരിൽ വാക്സിൻ പുറത്തിറക്കിയ രാജ്യമാണ് നൈജീരിയ. മെനിഞ്ചൈറ്റിസ് രോഗത്തിനെതിരെ MEN5CV എന്ന പേരിൽ വാക്സിൻ പുറത്തിറക്കിയ രാജ്യം ഏതാണ്? നൈജീരിയ.
2024 ലോക ആരോഗ്യ ദിന പ്രമേയം, ലോക ആരോഗ്യ ദിനം ഏപ്രിൽ 7 2024 പ്രമേയം എന്റെ ആരോഗ്യം എന്റെ അവകാശം, എന്റെ ആരോഗ്യം എന്റെ അവകാശം. അടുത്തൊരു പദ്ധതിയാണ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ സംയുക്ത ആരോഗ്യ ചികിത്സാ സഹായ പദ്ധതിയാണ് കാസ്പ്. കാസ്പിന്റെ ഫുൾ ഫോം കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി. ഓൾറെഡി ഈ ചോദ്യം PSC ചോദിച്ചിട്ടുണ്ട്. ഇതിന്റെ ഫുൾ ഫോം കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി, കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി. ഷോണിമ, സ്വർണ എന്നിവ ഏത് കാർഷിക വിളയുടെ സങ്കര ഇനമാണ്? തണ്ണിമത്തൻ. തണ്ണിമത്തന്റെ സങ്കര ഇനമാണ് ഷോണിമ, സ്വർണ എന്നിവ. തണ്ണിമത്തൻ, ഷോണിമ, സ്വർണ. ഓക്കെ, അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ഒന്ന് റിവൈസ് ചെയ്തിട്ട് വരാം. SK പൊറ്റക്കാട്ട് സ്മാരക സമിതിയുടെ 2024 SK പൊറ്റക്കാട്ട് സ്മാരക പുരസ്കാരത്തിന് അർഹനായത് KP രാമനുണ്ണി. ഹൈന്ദവം എന്ന കൃതിക്കാണ് പുരസ്കാരം ലഭിച്ചത്. ജീവാനന്ദം എന്ന പദ്ധതി കേരള സർക്കാരിന്റെ അന്യൂറ്റി പദ്ധതിയാണ്. സർക്കാർ ജീവനക്കാർക്ക് വിരമിച്ച ശേഷം മാസം തോറും ഒരു നിശ്ചിത തുക ലഭ്യമാക്കുന്ന പദ്ധതി. കവചം എന്നത് ഒരു മുന്നറിയിപ്പ് സംവിധാനമാണ്. പ്രകൃതി ദുരന്തങ്ങൾ സംബന്ധിച്ച് മുന്നറിയിപ്പ് നൽകാനായി സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ആരംഭിച്ച സമഗ്ര മുന്നറിയിപ്പ് സംവിധാനം. രാജ്യത്തെ ആദ്യ ദേശീയ ഡോൾഫിൻ ഗവേഷണ കേന്ദ്രം നിലവിൽ വന്നത് ബീഹാറിലെ പാട്നയിലാണ്. 1032 എന്ന ഹെൽപ്പ് ലൈൻ നമ്പർ പൗരത്വ നിയമ ഭേദഗതി പ്രകാരം ഇന്ത്യൻ പൗരത്വത്തിന് അപേക്ഷിക്കുന്നവർക്കായി ആഭ്യന്തര മന്ത്രാലയം തയ്യാറാക്കിയ ഹെൽപ്പ് ലൈൻ നമ്പറാണ്. കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഉഷ്ണതരംഗം പ്രഖ്യാപിച്ച കേരളത്തിലെ ആദ്യത്തെ ജില്ലയാണ് പാലക്കാട് ജില്ല. 2024 ഏപ്രിലിൽ മെനിഞ്ചൈറ്റിസ് രോഗത്തിനെതിരെ MEN5CV എന്ന പേരിൽ വാക്സിൻ പുറത്തിറക്കിയ രാജ്യമാണ് നൈജീരിയ. 2024 ലോകാരോഗ്യ ദിന പ്രമേയം എന്റെ ആരോഗ്യം എന്റെ അവകാശം. ലോകാരോഗ്യ ദിനം ഏപ്രിൽ മാസം 7. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ സംയുക്ത ആരോഗ്യ ചികിത്സാ സഹായ പദ്ധതിയാണ് കാസ്പ്. കാസ്പിന്റെ ഫുൾ ഫോം കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി. ഷോണിമ, സ്വർണ എന്നിവ ഏത് കാർഷിക വിളയുടെ സങ്കര ഇനമാണ്? തണ്ണിമത്തന്റെ സങ്കര ഇനമാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും പ്രധാനപ്പെട്ട ചോദ്യം ഒന്ന് റിവൈസ് ചെയ്തിട്ട് പോവാ. നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ഹർഷിതം എഡ്യൂടെക് ആപ്പിൽ ഇപ്പൊ നവരാത്രി പ്രമാണിച്ച് എല്ലാ കോഴ്സുകൾക്കും ഓഫർ ഉണ്ട്. അപ് ടു 500 rupees വരെയാണ് ഓഫർ. അപ്പോൾ ഹർഷിതം എഡ്യൂടെക് ആപ്പ് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം. അപ്പം ഈ ഒരു വിജയദശമി ദിനത്തിൽ നല്ലൊരു തുടക്കത്തോടു കൂടി തന്നെ ഇനിയുള്ള പരീക്ഷകൾക്ക് നിങ്ങൾ പഠിച്ചു തുടങ്ങിക്കോളാം. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം.